ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാന്തൽ ഫ്രൈയും മാന്തൽ കറിയുമാണ്. മാന്തൽ, നങ്ക് അങ്ങനെ പല പേരുകളുള്ള ഒരു മീനാണിത്. തോലുരിച്ച് എളുപ്പം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മീനാണിത്. അങ്ങനെ തോലുരിച്ച മീനൊക്കെ ക്ലീൻ ചെയ്ത് വറക്കാനുള്ളതും കറി വെക്കാനും ഉള്ളതായിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിവെച്ചു. ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം എടുത്ത് അതിലേക്ക് ഒരു അരമുറി നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി അതിലേക്ക് വറക്കാനുള്ള മാന്തലും കൂടെ ഇട്ട് കൊടുത്ത് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഈ മിക്സിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് വേണം ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാൻ. ഫ്രൈ ചെയ്യാനുള്ള മീൻ മസാല പുരട്ടി വെച്ചതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം തയ്യാറാക്കി വെക്കാം. ഒരു പിടി ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, 2-3 പച്ചമുളക്, 2-3 വറ്റൽമുളക്, കറിവേപ്പില ഇവയൊക്കെ റെഡിയാക്കി വെക്കാം. ഇവയെല്ലാം ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ നമുക്കൊന്ന് വറുത്തെടുക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില ഇട്ടതിന് ശേഷം മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 4-5 മിനിറ്റ് ആകുമ്പോഴേക്കും ഫിഷ് ഫ്രൈ ആയി വന്നിട്ടുണ്ടാകും. ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് മറ്റേ സൈഡും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും തേങ്ങ അരച്ച മാന്തൽ കറിയും കൂടെ നമുക്ക് റെഡിയാക്കാം. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായ പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മുളക് പൊടിയുമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. മുളക് പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പുളിവെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമായ ഗ്രേവിക്ക് വേണ്ട വെള്ളം ഈ സ്റ്റേജിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും ഇപ്പോഴാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഗ്രേവി ഒന്ന് ചെറുതായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മാന്തലും ഒരു അരമുറി തേങ്ങയുടെ പാലോ അല്ലെങ്കിൽ ഒരു 1/4 മുറി തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ചോ ചേർത്ത് കൊടുക്കാം. അരച്ച തേങ്ങയാണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് മീനിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. അതല്ല തേങ്ങാപ്പാലായിട്ടാണ് നമ്മൾ ചേർക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മീൻ വെന്ത് ഒന്ന് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് പാലൊഴിച്ച് കൊടുത്താലും മതി. ഞാനിവിടെ തേങ്ങ അരച്ച് ചേർക്കുന്നത് കൊണ്ട് മീനിനോടൊപ്പം തന്നെയാണ് ഈ തേങ്ങ അരപ്പം കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരല്പം കുരുമുളക് പൊടിയും കൂടെ നമുക്കിതിലേക്ക് തൂവി കൊടുക്കാം. അങ്ങനെ ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി മാന്തൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.